ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ദിവസം ചിക്കൻദർ സിംഗിന്റെ ഭാര്യ ചമേലിയോ? ആ അങ്ങനെ അവരുടെ പേര്. ചമേലി ഒരു 2 ലക്ഷം രൂപ എന്റെ കൈ കൊണ്ടുവച്ചു എന്നിട്ട് പറഞ്ഞ്, മാതാജി മാതാജി തുമാരാ കൃപയാ ജാൻ. ഇത് സ്പെഷ്യൽ ആയിട്ട് ഒരാൾ ഉണ്ടാക്കിയതാ, മാഡത്തിന് തരാൻ. എന്നാൽ ഇത് തന്നയാൾക്ക് ഇത് താൻ ഉണ്ടാക്കിയതാണെന്നുള്ള ക്രെഡിറ്റ് ഇപ്പൊ വേണ്ട. പക്ഷേ ഇത് ഋതിക മാഡം ആദ്യം കഴിക്കണമെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതാരാ ഞാൻ ആദ്യം കഴിക്കണമെന്ന് കരുതുന്ന ആള്? ഈ വീട്ടിലെ ഒരാളായിരിക്കും. അത് രാധമ്മ തന്നെ, നോ ഡൗട്ട്. താങ്ക് യു. ആദ്യം ഐഷുവിനെ കൊടുക്കേണ്ടത്. പക്ഷെ ഇത് തന്ന ആൾക്ക് ആദ്യം ഞാൻ തന്നെ കഴിക്കണമെന്നല്ലേ ആഗ്രഹം. സ്വന്തം അമ്മ ഉണ്ടാക്കിയ ഒരു പലഹാരം മകൾ ആദ്യമായിട്ട് കഴിക്കല്ലേ. പക്ഷേ ഈ സന്തോഷം കാണാനുള്ള ഭാഗ്യം തൽക്കാലം അമ്മയ്ക്കില്ല. വെരി വെരി ടേസ്റ്റി സ്വീറ്റ്സ് അല്ലേ ഇഷു? സൂപ്പർ ആന്റി. പക്ഷേ രാധമ്മ സാധാരണ ഉണ്ടാക്കുന്ന സ്വീറ്റ്സ് പോലെ അല്ല ഇത്. ഇതിന് വേറിട്ടൊരു ടേസ്റ്റ്. അതിന് ഇത് രാധമ്മ ഉണ്ടാക്കിയതല്ലോ. രാധമ്മയുടെ ഒരു താങ്ക്സ് പറയണം. അയ്യോ, അതൊന്നും വേണ്ട. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, അമ്മ ഇത് ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് ഉണ്ടാക്കിയ സ്വീറ്റ്സാ. മാഡത്തിനോട് പോലും അമ്മ ഉണ്ടാക്കിയതാണെന്ന് പറയരുതെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അല്ല, അതെന്താ അങ്ങനെ? ആവോ, അതൊന്നും എനിക്കറിയില്ല. ദേ, ഇനി ഇത് ചോദിക്കാനും പോണ്ട. അപ്പോ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിലും എന്റെ രാധമ്മ ഒരു പുലിയ. അമ്മ കൂടെ ഇല്ലെങ്കിൽ എന്താ, എനിക്കെന്റെ രാധമ്മയില്ലേ ഇതൊക്കെ ഉണ്ടാക്കി തരാൻ. മോനെ, ഇത് ഋതുമോൾക്ക് കൊടുക്കണം, കുറച്ച് സ്വീറ്റ്സ്. ഇതൊക്കെ രാധമ്മ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നേ പതുക്കെ പതുക്കെ രാധമ്മയോട് ചോദിച്ചറിയണം. അമ്മയ്ക്ക് ഒത്തിരി വിധത്തില് കുക്ക് ചെയ്യാൻ അറിയാം, പ്രത്യേകിച്ച് ഈ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന കാര്യത്തില്. പിന്നെ അമ്മയോട് താങ്ക്സ് പറയുന്നത് മാത്രമാ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട് ഈ സ്വീറ്റ്സ് തന്നതിന് താങ്ക്സ് ഒന്നും പറയാൻ നിൽക്കണ്ട. മോക്ക് ഇഷ്ടപ്പെടണെങ്കിലേ മുഴുവനും കഴിച്ചോ. എന്താണ് കഴിക്കുന്ന വല്ല സാധനവും ആണെങ്കി ഈ പ്രായമായ എന്നെ മറന്ന് കഴിക്കരുത്. ആഹാരശാപം കിട്ടും. എന്ത് ശാപം? ആഹാരശാപം. പണ്ട് ചില മുനിമാരുടെ കൈവശം ഉണ്ടായിരുന്ന ശാപോ, ആ മുനിമാരുടെ കാലശേഷം ആ ശാപം എന്നെ പോലുള്ള ചിലരുടെ കയ്യിൽ കിട്ടി. അപ്പോ ഇത് തന്നില്ലെങ്കിൽ ശപിക്കുമെന്നാണ് പറയുന്നത് അല്ലേ? ശപിക്കൊന്നും വേണ്ട, ഞാൻ തരാം. എങ്ങനെയുണ്ട് അച്ഛമ്മേ, കൊള്ളാവോ? സൂപ്പർ. വല്യമ്മയ്ക്ക് ഷുഗർ എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊരു ഷുഗറും ഇല്ല, പ്രഷറുണ്ട്. ഒരു മിണിക്കുടഞ്ഞി തന്നെ. അത് കൊള്ളാലോ. ഒന്നുകൂടി.
കഴിക്കല്ലേ? ഇത് രാധമ്മ ഉണ്ടാക്കിയതാണ്. ആ അതെ. അയ്യോ, എന്നിട്ട് ഈ പലഹാരം ഉണ്ടാക്കുന്ന കാര്യം രാധമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ. ഈയിടെയായിട്ട് പലഹാര ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് രാധമ്മ എനിക്ക് തരുന്നില്ല. ഈ അച്ഛമ്മയുടെ ഒരു കൊതി. ഉണ്ടായിരിക്കടി. പിന്നെ ഞാൻ ഇതൊക്കെ കാണാതെ കിടക്കുമല്ലേ. ഞാൻ പണ്ട് പഞ്ചാബില് സിക്കന്ദർ സിംഗിന്റെ വീട്ടില് സർവീസിലിരിക്കുമ്പം. ഏത് സർവീസ്? ഞാനേ ഏത് സർവീസിലാ ജോലിയിലിരുന്നതെന്ന് കൃതിക മോക്കൻ രാജമോഹനും നന്നായിട്ട് അറിയാം. വേണ്ട, നിന്റെ കുത്തിയുള്ള ചോദ്യം വേണ്ട. ഈയിടെയായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. ഇടയ്ക്ക് കയറി ചോദ്യം ചെയ്ത കഥ മുറിഞ്ഞു പോവും. ഞാൻ എവിടാ പറഞ്ഞു നിർത്തിയത്? പ്ലേസ് പഞ്ചാബ്, ക്യാരക്ടർ സിക്കന്ദർ സിംഗ്. ആ, സിക്കന്ദർ സിംഗ്. എന്റെ പൊന്നോ, അങ്ങേർക്ക് മധുര പലഹാരങ്ങൾ എന്ന് പറഞ്ഞ ഭ്രാന്ത. ഞാനാ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. ലഡു, ജിലേബി, മൈസൂർ പാക്ക്, അലുവ, ഉണ്ണിയപ്പം. ഓ, ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് തന്നെ അയാള് കഴിക്കുന്നത്. ഈ ഗുലാബ് ജാമൊക്കെ കപ്പിലെടുത്ത അയാൾ വായിലോട്ട് ഒഴിക്കുന്നത്. ഒരു ദിവസം സിക്കന്ദർ സിംഗിന്റെ ഭാര്യ ചമേലി. ചമേലിയോ? ആ, അങ്ങനെ അവരുടെ പേര്. ചമേലി ഒരു 2 ലക്ഷം രൂപ എന്റെ കൈ കൊണ്ടുവച്ചു എന്നിട്ട് പറഞ്ഞ്, മാതാജി മാതാജി തുമാരാ കൃപയാ ജാൻ. ഞാൻ അവിടെ നിന്ന അവരെ ഭർത്താവ് പഞ്ചാര രോഗം വന്ന് മരിച്ചു പോവൂന്ന്. ദയവായി പോകാമോന്നാ ചോദിച്ചത്. മുടിഞ്ഞ തള്ള. എന്തോന്നാ രഹസ്യം പറഞ്ഞത്? ഏയ് അല്ല, എന്നിട്ട് 1 ലക്ഷം രൂപ എടുത്തോണ്ട് പോയോ? ഞാൻ അങ്ങനെ പോരുവോ? ഞാൻ ആരാ മോള്? ദാണ്ട, അവരോട് ഞാൻ പറഞ്ഞ് എനിക്കൊരു 5 ലക്ഷം രൂപ തന്നാ ഞാൻ പോവാന്നു. അവര് 3 ലക്ഷം തന്ന്. അങ്ങനെ മധുര പലഹാരങ്ങൾ തിന്നും മടുത്തവളാ ഈ കൊച്ചമ്മണി. ഒരു മിണിക്കുടിഞ്ഞ് തന്ന്. ഓ, എന്തൊരു കൊതിയാ. ഇങ്ങനെ കഴിച്ചാലേ വായില് പുഴുപ്പല്ല് വരും. കൊടുക്കണ്ട ആന്റി. മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, ഒരു സ്വന്തം അച്ഛമ്മയെ കളിയാക്കുന്നു. നിന്നെ ഞാനിന്ന് അവിടെ നിൽക്കാൻ